folks, welcome back to another episode of Shahnaz in Wonderland. നമ്മൾ ഫാസ്റ്റിംഗ് മന്ത് റമദാൻ എത്ര പെട്ടെന്ന് തീരാനായി അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ ചുറ്റുപാടും എല്ലാ യുദ്ധത്തിൻ്റെ കഥകൾ അങ്ങനെ തുടരുന്നു. മിസൈൽ കഥകൾ എല്ലാ സ്ഥലത്തും വാറിൻ്റെ ഇങ്ങനെ ഒരു ഭീഷണി ഇങ്ങനെ തലേൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട് ഗൾഫ് കൺട്രീസിലും എല്ലാം. അതുകൊണ്ടൊരു സമാധാനമില്ല, എല്ലാവർക്കും ഒരു അസ്വസ്ഥത, എല്ലാവർക്കും ഒരു ഉഷാറ് കുറവ് എല്ലാ കാര്യത്തിലും. എല്ലാവർക്കും ഇത് ബാധിക്കുമല്ലോ. പിന്നെ അവിടെയാണല്ലോ ഗൾഫ് കൺട്രീസിലാണ് നമ്മളെ കൂടുതൽ മലയാളീസ്. അപ്പോൾ ഒന്നിനും ഒരു മൂഡില്ല. എന്നാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോയും കൂടി എടുക്കുകയാണ് ഇന്ന്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ട്യൂഷൻ ജേർണി എങ്ങനെ തുടങ്ങിയെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാ പേരൻസിൻ്റെ എല്ലാ അമ്മമാരെ തന്നെയായിരുന്നല്ലോ എയിം ഉണ്ടാവുക. ചെറുതായിരിക്കുമ്പോൾ മക്കൾ കുട്ടികളെ കുട്ടികളുടെ ഫുഡിങ് ഒക്കെ. അപ്പോൾ മക്കൾ ചെറുതായിരിക്കുമ്പോൾ 5th സ്റ്റാൻഡേർഡ് വരെ അവർ സ്വന്തം തന്നെ പഠിക്കുമായിരുന്നു. അല്ല, 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് സ്വന്തം പഠിക്കാൻ തുടങ്ങി. 5th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് അവരെ കിട്ടും, ചൊൽപ്പടിയിൽ കിട്ടുമല്ലോ. എന്നുവെച്ചാൽ പറഞ്ഞാൽ അനുസരിക്കും, ചെറിയ മക്കളാണല്ലോ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഇരുന്നാൽ പഠിക്കാനിരിക്കാനൊക്കെ പറഞ്ഞാൽ ഒക്കെ പഠിക്കാനിരിക്കും. മൂത്തമ്മ വലുതായാലും സ്വന്തം പഠിക്കുകയാണെങ്കിലും പറഞ്ഞൊക്കെ കുറച്ചൊക്കെ കേൾക്കും. ചെറിയ ആൾക്കാർ അങ്ങനെ തന്നെയാണല്ലോ. പഠിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്, കയ്യിലുള്ള ബുക്ക് അവിടെ താഴെ വെക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് ടെൻഷൻ, അവർ രണ്ടാളും പഠിച്ചോളൂ. പക്ഷെ നമുക്ക് ഈ പേരൻസിന് ടെൻഷനാണല്ലോ, മദേഴ്സിന് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയ മോൻ്റെ 2 ഫ്രണ്ട്സ്, ഒരാൾ ഹിന്ദിയിൽ വീക്കായിരുന്നു, ഒരാൾ സോഷ്യലിൽ വീക്ക്. അപ്പോൾ ആൻറ്റി ഞങ്ങൾ പഠിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഹാപ്പിയായി. എന്താ വെച്ചാൽ അവർ രണ്ടാളും ഇരിക്കുമ്പോൾ എന്തായാലും മോനും ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ യെസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നേരമൊക്കെ ഞാൻ ആ ട്യൂഷൻസ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ സംസാരിക്കാനുള്ളതൊക്കെ പിന്നെ ഇത് കൂടുതൽ ഇതായത് എന്ന് വെച്ചാൽ ഒരു ഷൈ പോലെയായിരുന്നു. അതുപോലെ ഹിന്ദി ഞാൻ അവിടെ നോർത്ത് വിട്ടതിന് ശേഷം ഹിന്ദി സംസാരിക്കുക. ഇപ്പോഴല്ലേ ബംഗാളിയിൽ ചുറ്റുമുള്ളത്. അന്ന് ഇവിടെ നിന്ന് എനിക്ക് കൊതിയാവും ആരെങ്കിലും ഒരു ഹിന്ദി സംസാരിക്കുന്ന കേൾക്കട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ആരും അറിയില്ല. പക്ഷെ ആ ട്യൂഷൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള ഫ്ലുവൻസി കിട്ടിയത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്തും നമ്മൾ ഉള്ളിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പ്രാക്ടീസ് മേക്സ് ഇറ്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മളെ ലാംഗ്വേജസ് ശരിക്കും പെർഫെക്റ്റ് ആവുക. ജസ്റ്റ് നമ്മളിങ്ങനെ തിയറിറ്റിക്കലി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇവരെ 3 ആളെയും പഠിപ്പിക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കൂടെ ഇരിക്കാനും ഇഷ്ടമാണ്, കുട്ടികളെ പഠിപ്പിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻസ് അവരായിരുന്നു 2 ആൾ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മോനും ഉണ്ട്. അപ്പോൾ 3 ആളെ അങ്ങനെ പഠിപ്പിച്ചിട്ട് 10th SSLCക്ക് അവർ നന്നായി പഠിച്ചതുകൊണ്ട് അവരെ വീക്ക് സബ്ജക്ട്സിൽ A+ കിട്ടി. അതുതന്നെ എൻ്റെ സക്സസ്ഫുൾ സ്റ്റോറി ഓഫ് ഫസ്റ്റ് ട്യൂഷനിങ്. അപ്പോൾ എല്ലാവർക്കും അത് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഇതിലുള്ളൊരു മോനാണ്. പിന്നെ അവൻ്റെ കസിൻസ്, അവൻ്റെ റിലേറ്റീവ്സിനൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കുക, ആൻറ്റീൻ്റെ അടുത്ത് പോയിക്കുക. അങ്ങനെയാണ് എൻ്റെ ട്യൂഷൻ ജേർണി തുടങ്ങിയത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും രസമുള്ള ഇതാണ് ട്യൂഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി വേയിലാണ്. അന്ന് തുടങ്ങി കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വരാനാണ് ഇഷ്ടം. സാധാരണ കുട്ടികൾ ട്യൂഷന് പോകണ്ട സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ ലീവുള്ള ദിവസമാണ്. എന്നാലും ഒരു ശരിക്കും വരട്ടെ, ഏതെങ്കിലും ലീവുള്ള ദിവസം. ഇപ്പം തന്നെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, എനിക്കിപ്പോൾ പറ്റുന്നില്ല, കുറച്ച് ആളേ ഉള്ളൂ. എന്നാലും എൻ്റെ ഫേവറേറ്റ് കുട്ടികളാണ്, എല്ലാവരും എൻ്റെ ഫേവറേറ്റ്സ് തന്നെയാണ്. അപ്പോൾ അവരിപ്പം തന്നെ ചോദിക്കാൻ തുടങ്ങി, സ്കൂൾ പൂട്ടുമ്പോൾ പഠിപ്പിക്കൂലേ, സ്കൂൾ പൂട്ടുമ്പോൾ ക്ലാസ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ട്യൂഷൻ ജേർണീൻ്റെ സ്റ്റാർട്ടിങ്. ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് എപ്പിസോഡ്സിലുണ്ടാവും. ഓക്കെ, ബൈ ഫോർ ടുഡേ. ഹാവ് എ ലവ്ലി ഡേ. ബൈ, ടേക്ക് കെയർ. ഇനി എൻ്റെ ട്യൂഷൻസിൻ്റെ ഓരോരോ സ്റ്റോറീസ് പറഞ്ഞിട്ട് വരാം അടുത്ത എപ്പിസോഡിൽ. ബൈ.